ഗായ്സ്, വെൽക്കം ടു അപർണ തോമസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഓക്കെ, ഇന്ന് ആക്ച്വലി വലിയ ഷൂട്ട്സോ അങ്ങനെയൊന്നും എനിക്കില്ല, ജീവയും ഇല്ല. ജീവയ്ക്കും ഫ്ലവേഴ്സിൻ്റെ ഐറ്റം വേറെ കോമഡി ഷോയുടെ ഷൂട്ട്സൊക്കെ കഴിഞ്ഞ് ഇന്ന് ജീവ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സാൽമൺ ഭയങ്കര വിജയമായത് കൊണ്ട് നമ്മൾ സാൽമൺ ക്ലോസ് ടു 1 മില്യൺ വ്യൂസ് ആവാറായിട്ടുണ്ട്. ജീവ, സാൽമൺ ക്ലോസ് ടു 1 മില്യൺ വ്യൂസ് ആയിടാ. 900 സംതിങ്ങിലായി നമ്മള്. ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാത്ത ചെയ്യുന്ന വീഡിയോസ് ആണ് ഇതുപോലെ ആവുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ സാൽമൺ വീഡിയോ ഇസ് അബൌട്ട് ടു ഹിറ്റ് 1 മില്യൺ. ആ സന്തോഷത്തിൽ ഇന്ന് ഞാനൊരു കുക്കിംഗ് സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ പോവുകയാണ്. ഇത് അല്ല, കുക്കിങ്ങിൽ ഐ ഡോണ്ട് നീഡ് എനിബഡീസ് ഹെൽപ്പ്. പക്ഷേ ക്ലീനിങ് ആൻഡ് കട്ടിങ് ഐ വിൽ നീഡ് സംബഡീസ് ഹെൽപ്പ്. ശരിക്കും ക്ലീനിങ്ങിലും കട്ടിങ്ങിനും ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. പക്ഷെ ഞാനിന്ന് എന്താണ് കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും അറിയോ? പറയട്ടെ, കിവി കറി. അതന്നെ, ഇതന്നെ ഈ എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ. കിവി ഫ്രൂട്ട് അല്ലേ? യെസ്, ദാറ്റ്സ് ദ തിങ്. കിവി കറി. ഓക്കെ, ഫസ്റ്റ് തിങ്, ദർ ഇസ് നോ റൂൾ ഇൻ കുക്കിംഗ്. നമുക്ക് എന്തും വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതാണ് ഞാൻ ഇന്ന് ഞാനിവിടെ എഴുതി കുറിക്കാൻ പോവാണ്, തിരുത്താൻ പോവാണ്. ദർ ഇസ് നോ റൂൾ ഇൻ കുക്കിംഗ്. ഈ സാധനം നിങ്ങൾ ട്രൈ ചെയ്ത്, ഭയങ്കര ഈസിയാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസും എക്സ്പെൻസീവ് ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ട. കിവി കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ, കിവി കുറച്ച് എക്സ്പെൻസീവ് ഫ്രൂട്ട് ആണ്. എന്നാലും ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ കിവി വെച്ചിട്ട് കിവി വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ചെറിയൊരു സ്ലൈറ്റ് അഡീഷൻ വെക്കുന്നുണ്ട്. നമ്മൾ നോൺ വെജ് ലവർ ആയതുകൊണ്ട്, ലവേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഷ്രിംസ് ആഡ് ചെയ്യുന്നുണ്ട്. ഷ്രിംസ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ചെറുതായിട്ട്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ബിക്കോസ് ഐ ലവ് സീ ഫുഡ്. നമ്മൾ നോൺ വെജ് അപ്പൊ എന്തായാലും എല്ലാവരും പ്രോമിസ് മീ ദാറ്റ് യു വിൽ ട്രൈ ദിസ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് അല്ലല്ലോ, എപ്പോഴും പറയുന്ന പോലെ ആയിപ്പോയി. ട്രൈ ദിസ് കറി. അപ്പൊ ഇത് കിവി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു പ്രോഡക്റ്റ് ആയിപ്പോയി. ട്രൈ ദിസ് കറി. ഓക്കെ, അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാ. കുക്ക് ചെയ്ത് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് കിവി കറി. അത് സാധനം അരിയുമ്പോൾ വൈറ്റമിൻ സിയുടെ എഫർവസൻ ടാബ്ലറ്റ്സ് കലക്കി കുടിക്കുന്നുണ്ട്. സ്കിന്നൊക്കെ കഴിഞ്ഞു, ഇനി ഒരു തിരിച്ചുപോക്കില്ല. ഇതിപ്പോ കിവി അരിയണമെന്ന് പറഞ്ഞിട്ട് കിവി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉണ്ടല്ലോ. ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല. ബട്ട് ദെൻ വൈൽ കുക്കിംഗ് ഐ വിൽ എക്സ്പ്ലെയിൻ എന്തൊക്കെ സാധനങ്ങൾ വേണം. ഇല്ല, ഇതൊന്നുമല്ല. ഇനി അത് ഇടുമ്പോ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, വെറുതെ അത് പറയണ്ട. കുക്ക് ചെയ്യുന്ന സമയത്ത് പൊടികളും കാര്യങ്ങളൊക്കെ പറയണം. അത് വെളുത്തുള്ളി പോടാ. അപ്പൊ കുക്ക് ചെയ്യുന്നു. സോറി, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കത്തി നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ജിനി കളക്ഷൻസ്. പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, അല്ല, ഇത് വേറെ. ഓക്കെ, അപ്പൊ ഷിറ്റു ഇതെല്ലാം കട്ട് ചെയ്യ്. സ്മഡ്ജ് ചെയ്ത് ഷാർപ്പ് ചെയ്ത് വെച്ചേക്കാം. അപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫേസ് ഒക്കെ ഒന്ന് റെഡി വാഷ് ചെയ്താണല്ലോ അല്ലേ വരാം. ടൊമാറ്റോസ് വാഷ്ഡ് ആണ്, കിവി വാഷ്ഡ് അല്ല. പീൽ ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തോളാം. അനിയൻ അതൊക്കെ ഞാൻ പീൽ ഓഫ് ചെയ്തിട്ട് ഇത് സ്മോൾ ആയിട്ട് അരിയണം. ഇത് കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അരിയണം. ഇത് എനിക്ക് എന്തായാലും ഇടിക്കാനുള്ളതാ, അതെനിക്ക് ഇടിക്കാനുള്ളതാ. ഇത് കുനുകുന അരിയണം. ഇത് കുനുകുന. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഓക്കെ. അപ്പൊ ഞാൻ വേഗം പോയിട്ടൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബാ, കമാൺ.
അപ്പപ്പുരിയലെ ഇപ്പപ്പുരി ഇത്. ഓടിവാ. ഈ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പയ്യന്മാർക്കാണ്. കുക്കിംഗ് അറിയില്ലെങ്കിൽ ഒന്ന് പഠിച്ചിരിക്കുന്നതായിരിക്കും. ഇനി കുക്കിംഗ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവാം. ഞാൻ എസ്കേപ്പ് ആവുന്ന പോലെ അരിയാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ തന്നെ മിസ്റ്റേക്കാണ്, ഞാൻ ആദ്യം പറഞ്ഞു പോയി. അടുക്കളയിൽ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പ്രാധാന്യമാണുള്ളത്. ഷിട്ട് കുക്ക് ചെയ്യുന്നു, ഞാൻ അരിയുന്നു. ഷിട്ട് കുക്ക് ചെയ്യുന്നു, ഞാൻ അരിയുന്നു. ഞാൻ അരിയുന്നു, ഷിട്ട് കുക്ക് ചെയ്യുന്നു. ഇതാ ഞാൻ അരിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കല്യാണം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിലും പറയുന്ന വാക്കുകൾ ഓർത്ത് കൃത്യമായിട്ട് പറയണം. കാര്യം സത്യം, പിന്നൊരു തിരിച്ചുപോക്കില്ല. ഇതേ ഇവിടെ വാടാ, കൊറിയർ എടുക്കാൻ നീ പോകണം. ആരാടാ? അരിയാനുള്ള സാധനം വന്നാണോടാ എക്സ്ട്രാ? നെക്സ്റ്റ് വെസൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് അരിഞ്ഞു കൊടുത്താൽ നമ്മുടെ പണി തീരുമെന്ന്. അവിടെയാണ് പണി തുടങ്ങുന്നത്. അപ്പോൾ ബൈ ദ ടൈം മിസ്റ്റർ ജീവ എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് ക്ലെൻസ്ഡ് മൈ ഫേസ് ആൻഡ് ഐ എം അബൌട്ട് ടു ഡു മൈ റൂട്ടീൻ ഫോർ ദ മോർണിംഗ്. ആസ് യൂഷ്വൽ എവറി സിംഗിൾ ഡേ മോർണിംഗ് റൂട്ടീനിന് ഒരു കോംപ്രമൈസും ഇല്ല, അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഷോ യു വൺ പ്രോഡക്റ്റ് വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി എസെൻഷ്യൽ ഇൻ യുവർ സ്കിൻ കെയർ റൂട്ടീൻ. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് ഡാർക്ക് സ്പോട്ട്സ്. എനിക്കും റീസെൻ്റ്ലി ഒത്തിരി ട്രാവലും ഒക്കെ കാരണം ഒത്തിരി ആക്നേസ് വന്നായിരുന്നു, ഒരുപാട് ആക്നേസ് വന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയിട്ടൊരു റീലുണ്ട്, ഒരു പീച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന റീലുണ്ട്. ആ റീല് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഐ ഹാവ് സോ മെനി ബ്ലാക്ക് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് ഓൾ ഓവർ മൈ ഫേസ്. ഇതൊക്കെ എൻ്റെ റീസെൻറ്റ് ആക്നേന്ന് എനിക്ക് വന്നതാണ്. സോ ഈ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്. എവ്രിബഡി ഹാസ് ഡാർക്ക് സ്പോട്ട്സ് ഇഷ്യൂ. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നി കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നിയ ഒരു സീറമാണ് ഹിമാലയാസ് ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് turmeric serum. Okay, this helps to remove all the dark spots with continuous usage and also helps to reduce dullness from your face, thereby giving you skin radiance. അപ്പോൾ അങ്ങനത്തെ ഒരു സീറമാണ് ഈ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് സീറം. ഇതിലുള്ളത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടർമറിക്, 10% glycolic acid and 2% niacinamide. So organically sourced turmeric എന്ന് പറയുമ്പോൾ തന്നെ it's a little bit of traditional ഒരു ingredient ആണ്. Turmeric is there in the skin care routine, body care routine for the longest time. It's a traditional, very popular ingredient. Glycolic acid and niacinamide is completely, in science. So this product is a complete effective blend of nature and science. The Himalaya Dark Spot Clearing Turmeric Face Serum is made with Swarasa cold pressed extraction that retains turmeric's actives to its full potential. It also has best of science glycolic acid and niacinamide and nature's turmeric extract. So നമ്മളിപ്പം അപ്ലൈ ചെയ്യാൻ പോവാണ്. We are just going to take ഒരു 2-3 drops. മതി, ഇത്രയും തന്നെ മതി. And then we are going to gently pat it on the skin. വലിയ ഇങ്ങനെ റബ്ബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, gently pat ചെയ്താൽ മതി. Because it is very lightweight, this will very quickly absorb into your skin. അത്ര ഹെവി ഫീലിങ്ങോ അല്ലെങ്കിൽ സ്റ്റിക്കി ഫീലിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വിയേർഡ് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ദ സിറം ഇറ്റ് സെൽഫ് ഇസ് ആബ്സല്യൂട്ട്ലി ലൈറ്റ് വെയ്റ്റ്. സോ യു ക്യാൻ ജസ്റ്റ് pat it on your skin and it gets absorbed very quickly.
ഐ തിങ്ക് ഈ കുറച്ച് ട്രഡീഷണൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിസ് പ്രോഡക്റ്റ് ഇസ് ഐഡിയൽ ബിക്കോസ് ഐ തിങ്ക് ദിസ് ഹാസ് 100 times ടേമറിക് എക്സ്ട്രാക്ട്സ് ആൻഡ് ഇറ്റ്സ് ആൻ ഓർഗാനിക്കലി സോഴ്സ്ഡ് ടേമറിക് ആണ്. സോ ടേമറിക് ഇഷ്ടമുള്ളവർക്കും അങ്ങനത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഐ തിങ്ക് ദിസ് ഇസ് എ ഗ്രേറ്റ് സീറം ടു ഹാവ് ഇൻ യുവർ സ്കിൻ കെയർ റൂട്ടീൻ. പ്ലസ് ഇറ്റ് ഓൾസോ ഹാസ് ഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് നൈസിനമൈഡ്. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് സയൻസ് ആൻഡ് നേച്ചർ. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് സയൻസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി റൂട്ടഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കുറച്ചും കൂടെ വർക്കബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ for me this is great because it has both in it, so it's great. So yeah, you can get this Himalaya dark spot clearing turmeric face serum on Amazon, Nykaa, Flipkart and Himalaya's website, and there is a flat 30% discount on Amazon right now. appo Amazon ennaanu ningal ee Himalaya serum medikkunnennundengil flat 30% discount undu, which is a super big deal. You don't want to miss it out, so do check the description box for the links. And then don't forget your sunscreen. അതിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നെവർ ഫർഗെറ്റ് യുവർ സൺസ്ക്രീൻ. 2-finger റൂൾ. അത് ഫേസ് മാത്രമല്ല നെക്കിലും നമ്മൾ സൺസ്ക്രീനും എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും മേക്ക് ഷുവർ യു അപ്ലൈ ഇറ്റ് ഓൺ യുവർ ഫേസ് ആൻഡ് യുവർ നെക്ക്. Okay, SPF very 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 important. So I am done with my skincare routine for the day. Time to cook. And I'm so excited to cook because kiwi curry എനിക്ക് കുറച്ച് എന്താ പറയുക കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നതും. സോ ഐ എം ക്വൈറ്റ് എക്സൈറ്റഡ്. സോ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. നമുക്ക് കുക്ക് ചെയ്യാം. ജീവ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമാൻ. ഓക്കെ ഗൈസ്, സോ വിതൗട്ട് എനി ഫർദർ അഡു ലെറ്റ്സ് കുക്ക് ആർ കിവി കറി. ഓക്കെ, അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണേ. ഞാൻ ഓൾറെഡി വെച്ച് കുറച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാത്രം അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ദ വെരി ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്, എനിക്കിങ്ങനെ കണക്കൊന്നും പറയാനറിയില്ല. ഇത്രയും എണ്ണ, ഇത്രയും മുളക് പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി, അതൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു തരാം ഓരോരോ ഇൻഗ്രീഡിയൻസ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കണക്കിന് പാകത്തിന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിൽ. ഓക്കെ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുവാണേ. മതി, എത്ര മതി, അതിക്കുള്ള വേണ്ട. ഇനി നമ്മൾ ജീവയ്ക്കൊരു പണി കൊടുക്കാൻ പോവാം. കറി ലീവ്സ് അല്ല, കഴുകണം, ചുമ്മാ കഴുകണം ഒന്ന്, ജസ്റ്റ് മാറ്. 100% കോക്കനട്ട് വാട്ടർ കാണാം. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ കറി ലീവ്സ് കഴുകാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. കണ്ട, അതെ ഈ സ്ട്രെയിനറില്ലേ, ചായയുടെ സ്ട്രെയിനർ, ഈ സ്ട്രെയിനറില്ലേ ചായയുടെ സ്ട്രെയിനർ, അതിലിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നല്ല അഴുക്ക് പോകും. അതിനകത്തോട്ട് കൈ മുക്ക്. വേണ്ട എന്റെ ദൈവമേ, വേണ്ട. നോ നോ, അതെടുത്ത് മാറ്റി വെക്ക് കറി ലീവ്സ്. സോ അപ്പൊ നമ്മള് എണ്ണയിലേക്ക്, ചൂടെണ്ണയിലേക്ക് കറിവേപ്പില ഇടും. അപ്പൊ അതിന്റെ ഒരു സൗണ്ട് വരും. ഓടിക്കോ എന്റെ പൊന്നോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നതാണ് മസ്റ്റേർഡ് സീഡ്സ്. ഓക്കെ, എന്താണ് മസ്റ്റേർഡ് സീഡ്സ് ദേ ഇടാൻ പോണേ. അതും പൊട്ടും, അതും പൊട്ടും. അയ്യോ, അടച്ചു വെക്ക് അമ്മ, അടച്ചു വെക്കടാ. എന്റെ പൊന്നോ, കടുക് പൊട്ടുന്നത് മാത്രമല്ല, കടുക് ആക്ച്വലി കണ്ട ഇവിടേക്ക് എണ്ണേ, കടുക് ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല. ഇതൊക്കെ ചുമ്മാ ഫേക്കാണ്. എന്താ അടുത്ത് തിന്നേ? ആ, ഇനി ഗൈസ് ഇതിങ്ങനെ പോപ്പായി വരുമല്ലോ, മസ്റ്റർഡ് സീഡ്സും കറി ലീവ്സും ഒക്കെ ഇങ്ങനെ പോപ്പായി വരും. പോപ്പ് ഇങ്ങനെ അങ്ങനെ പോപ്പായി വരും. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത സാധനം ഇടണം, വിച്ച് ഇസ് ക്യൂമിൻ സീഡ്സ്, ചെറിയ ജീരകം.
അത്രയും മതി. കണ്ട എല്ലാം എനിക്ക് ഇങ്ങനെ കൈയുടെ കണക്കാണ്. അയ്യോ അടച്ചു വെക്കട്ടെ. കാര്യം കഴിക്കുന്ന നമ്മളാവുന്നു, അതുകൊണ്ട് കൈയുടെ കണക്കിടാം. നിനക്കൊരു പുച്ഛമാണല്ലോ ജീവ. ആ നിനക്കല്ലേലോ ഇച്ചിരി പുച്ഛം കൂടുതലാ എന്നെ. ചെറുതായിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചോ. ഹെൽമെറ്റ് വെക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. ഹെൽമെറ്റ് റോട്ടിൽ മാത്രമല്ല കിച്ചണിൽ വെക്കുന്നതും നല്ലതാണ്. സ്കിന്ന് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഹെൽമെറ്റ് വെക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാര്യം അവർക്ക് ചിലപ്പോൾ സ്കിൻ കെയർ പ്രശ്നമില്ലായിരിക്കാം. എനിക്ക് സ്കിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചാൽ അത്രയും നമുക്ക് എണ്ണ പൊട്ടിത്തെറിച്ച് എണ്ണയിൽ നിന്ന് ഇവിടെ വീഴില്ല. ഓക്കെ, സോ നമ്മുടെ പോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നൗ വി ആർ പുട്ടിംഗ് ദിസ് വിച്ച് ഈസ് അനിയൻ. അതുണ്ടാവും. അത് ഞാൻ ഡെഫിനറ്റ്ലി ഐ അപ്രീഷിയേറ്റ് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ. നോട്ട് എവറി മെൻ ഡു ദാറ്റ്. സോ അതുകൊണ്ട് അപ്പൊ നമ്മളത് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാനല്ലോ നിങ്ങളോട്, കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ പറയണം എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധ വേണം. അതേപോലെ തന്നെ കല്യാണത്തിന് ശേഷം ഇവരെന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കണം. ഇരുതല വാളാണ്, ഇരുതല വാൾ. സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു അപ്രീസിയേഷൻ ആണ്. അല്ല, ഇത് അടുത്ത പ്രാവശ്യം അരിഞ്ഞു തരാനുള്ള മുൻകൂർ അനുവാദമാണ് ആ പറഞ്ഞത്. അപ്പൊ നമ്മൾ നല്ല പോലെ ഈ അനിയൻ സോട്ടേ ചെയ്യണം. ഓക്കെ, സോട്ടേ ഇളക്കണം. ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കുക. വഴറ്റുക. എടാ പോടെ ഇറക്ക, എനിക്കിതൊക്കെ അറിയാം കേട്ടോ. ഞാൻ ആക്ച്വലി നല്ലൊരു കുക്കാണ്. അതെന്റെ അഹങ്കാരമാണ്, കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? അപ്പൊ എന്തൊക്കെയാ നിങ്ങളിപ്പോ ഇട്ടത്? കോക്കനട്ട് ഓയിൽ, കറി ലീവ്സ്, മസ്റ്റേർഡ് സീഡ്സ്, ക്യൂമിൻ സീഡ്സ്, അനിയൻ ആൻഡ് അതിന്റെ കൂടെ ജിഞ്ചർ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് നമുക്ക് ഇടാം. ഗാർലിക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഇടാം. വേണമെങ്കിൽ ചതച്ചിടാം, അല്ലെങ്കിൽ ചെറിയ തിൻ സ്ലൈസ് ആയിട്ടുള്ളതും ഇടാം. യെസ്, ഇടാം. വെരി ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. ഐ അഗൈൻ അപ്രീഷിയേറ്റ് യു. ഞാനിപ്പോ ജിഞ്ചറും ഇട്ടു, വെളുത്തുള്ളിയൊക്കെ കണ്ടത് ഇങ്ങനെ ചിഗു 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 എന്ന് ഇടണം. ചിഗു 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 ജിഗു ജിഗു ജിഗു. മണം വരുന്നുണ്ടോ? ഏത് ലൈറ്റാ? ആ ഇടാലോ. ഓക്കെ അല്ലേ? കിവി തിന്നല്ലേ? കിവിക്ക് പുളി ഉണ്ടോടാ? ഞാൻ നോക്കിയില്ല, ഞാൻ നോക്കട്ടെ. എക്സ്പ്രഷൻ ഇല്ലാതെ കിവി തിന്നുക. ഓ എന്തൊരു ടേസ്റ്റാ. ഐ ലൈക്ക് ഇറ്റ്. എടാ കിവി ഈസ് വെരി ഗുഡ്. ലിവറിന് നല്ലതാ, സ്കിന്നിന് നല്ലതാ, ഒക്കെ കിവി നല്ലതാ. അപ്പോൾ ഗൈസ് നമ്മുടെ അനിയൻസ് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന ഒരു ടൈമാണല്ലോ. ഈ സമയത്ത് ലെറ്റ്സ് ഗോ ഇൻ വിത്ത് ദ ഗ്രൗണ്ട് സ്പൈസസ്. നമ്മുടെ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം ചില്ലി പൗഡർ, മുളക് പൊടി. മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടിട്ട് പെപ്പർ. ഓക്കെ, പെപ്പർ പൊടി ഇടുക. പെപ്പർ പൊടി കഴിഞ്ഞിട്ട് മഞ്ഞൾ, ടർമറിക്. ടർമറിക് ഇട്ടു. മഞ്ഞളും ചന്ദനവും മിണ്ടാണ്ടിരിക്കാവൂ. നമ്മൾ ടർമറിക് ഇട്ടു. ഇപ്പൊ നമ്മൾ എത്ര പൊടി ഇട്ടു? ലെൻസ്മാൻ പറയൂ. മര്യാദക്ക് പറ. ചില്ലി, ടർമറിക് ഇട്ടിട്ടില്ല. ക്യൂമിൻ ഇട്ടിട്ടില്ല, ഞാൻ പെപ്പറാ ഇട്ടത്. ക്യൂമിൻ സീഡ് അല്ല. ഇനി നമ്മൾ ക്യൂമിൻ പൊടി ഇടാൻ പോവാണേ. ക്യൂമിൻ പൗഡർ നമ്മൾ കുറച്ചിടാൻ പോവാ. വരൂടോ ഇപ്പോ, അടങ്ങ്. കൂടുതലാ.
എണ്ണ കുറവാണെങ്കിൽ ഈ സമയത്ത് ഒന്ന് ഇട്ട് കൊടുത്തോ. ബിക്കോസ് നമ്മൾ പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഡ്രൈനെസ് വരും. അപ്പം നിങ്ങൾക്ക് എണ്ണ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്തിന്? എന്തിനാ ജീവ ഇങ്ങനെ ഡേർട്ടി ആയിട്ട് സംസാരിക്കുന്നേ? വിജാഗിരി അതോടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നല്ല, എണ്ണ ലൂബ്രിക്കൻസ്. എന്താണ് കിട്ടാ? ഞാൻ പോയിട്ട് പോരാ. അങ്ങനെ പറയൂ. ഇളക്ക്. ആ, ഒരു പൊടിയും കൂടി ഇടണം. എന്ത് സാധനം? ഇതാരാണ് ഇവിടെ കളഞ്ഞത്? ഇളക്കിയിട്ട് പിന്നല്ലാണ്ട് എന്റെ ദൈവമേ, തക്കതായി ശിക്ഷ കൊടുക്കണേന്ന്. അങ്ങനെയൊന്നും ഞാൻ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടില്ല. ഗൈസ്, റോളിംഗ് ആണോ? ഞാൻ ഒരു പൊടി മറന്നുപോയി, എടുക്കട്ടെ കേട്ടോ. കൊറിയാൻഡർ. യെസ്, ആ കൊള്ളാം. നമ്മൾ കൊറിയാൻഡർ പൗഡറും കൂടെ ഇടണേ. എല്ലാം ഇച്ചിരി കിട്ടാൻ മതി. അല്ല, സ്പൂൺ ഇടണമല്ലോ. മുളക് തേക്കാൻ പറ്റുമോ കണ്ണിൽ? അപ്പൊ നമ്മൾ കൊറിയാൻഡറും കൂടെ ചേർത്തിട്ടുണ്ടേ. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ഇനി അതപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാൻ പോവാം, വിച്ച് ഈസ് ചില്ലി ഫ്ലേക്സ്. എനിക്ക് എല്ലാത്തിൻ്റെയും കൂടെ ചില്ലി ഫ്ലേക്സ് ഇടുന്ന ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പം നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. അത് ചില്ലി ഫ്ലേക്സ് അധികമൊന്നും ഇല്ല. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ നല്ല ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ടേസ്റ്റ് വരും. ആ കൈപ്പൊളി. ആ നേരത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ കുറേ വേണ്ട, എന്നാലും കുറച്ച് വേണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. കിവി കറി, ഒരു കിവിയും കൂടെ തിന്നാം. ഈ കറി ശരിക്കും എന്ത് ടേസ്റ്റ് ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ഞാൻ പറയട്ടെ. മോര് കറിയിൽ കുമ്പളങ്ങി ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതുപോലെ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതിൽ കിവി വരുമ്പോൾ ആക്ച്വലി കുമ്പളങ്ങയുടെ ഒരു ടേസ്റ്റിന് വരും. ബിക്കോസ് അതിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് സവർ, ലിറ്റിൽ ബിറ്റ് ഓഫ് സ്വീറ്റ്. അപ്പം അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഐ തിങ്ക് നമ്മുടെ മിക്സ് ഇസ് ക്വൈറ്റ് റെഡി. Okay, now we are going in with what? Can you explain? At least can you guess? You're right. Okay, ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി. ഈ നേരത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? സോൾട്ട് നമ്മുടെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുത്തോ. ഓക്കെ, ഇത്ര മതി. സോൾട്ട് കുറേ വേണ്ട. BP ഒക്കെ ഉള്ളവരാണെങ്കിൽ സോൾട്ടൊന്നും അധികം വേണ്ട, അല്ലേ? BP അല്ലേ ഇഷ്ടം സോൾട്ട് അധികം പാടില്ലാത്തത്? കൊള്ളല്ലേ, നല്ല ഭംഗിയുണ്ട്. ആഹാ. ഷിറ്റു, എൻ്റെ കുക്കിങ്ങിനെ പറ്റി 2 വാക്ക് പറയൂ. Succulent and marvelous. Succulent and marvelous. Succulent. Finger licking. Succulent എന്ന് പറഞ്ഞാൽ അറിയാലോ? അറിയില്ല? Finger licking അറിയില്ലല്ലേ ഇത്? Succulent അറിയില്ല. Succulent I know. And decadent. Decadent? Yeah. അങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് മലയാളി പറഞ്ഞു തരും. മലയാളികൾക്ക് പറഞ്ഞോടൂ. അറിയാവുന്ന 2 വാക്ക്. Succulent എന്ന് പറഞ്ഞാൽ
ഭയങ്കര ടേസ്റ്റ് ഡെക്കൻ എന്ന് പറയാൻ മണം നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. മണം നിങ്ങൾക്ക് കിട്ടുന്ന മണം ടെക്നോളജി വരണം. ഓ നല്ല മണം എന്ന് വെച്ചാൽ നല്ല ജീരകത്തിന് ഒരു പ്രത്യേക ഫ്ലേവറാ. ആ ഫ്ലേവറൊക്കെ കുളിക്കാതെ വീഡിയോ എടുക്കുന്നവർക്ക് മണി മാറും. എന്താ മണം കിട്ടും. അയ്യേ അയ്യയ്യേ അയ്യയ്യേ ആരും ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. അല്ലല്ലല്ല ഞാൻ അങ്ങനെ ആരും ഉദ്ദേശിച്ച ഒരു കാര്യം പറയാം. തികച്ചും സാങ്കൽപ്പികം വെറും. ഗൈസ് യെസ് ഇനി നമ്മുടെ ഡിഷിൻ്റെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് വെരി യുണീക്ക്. നമ്മൾ വേറെ ഒരു കറികളിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സാധനം ഒഴിക്കുന്നത്. പൊതുവെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒഴിക്കുക? വെള്ളം വെള്ളം. പക്ഷെ നമ്മളിവിടെ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാവെള്ളം. കറക്റ്റ്. നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പാക്കറ്റില് തേങ്ങാവെള്ളം ഇരിക്കുന്നു. Oh, so brilliant, me. So brilliant. Jiva is so brilliant. കടിക്കും. ഒഴിക്ക് 100% റിയൽ കോക്കനട്ട് വാട്ടർ. അതെ നമ്മൾ കോക്കനട്ട് വാട്ടറാണ്. അത് ഇച്ചിരി കുടിച്ചു റിയൽ കോക്കനട്ട് വാട്ടറാണ്. അത് ഇച്ചിരി കുടിച്ചു, റിയൽ അല്ല. ഞാൻ കുടിക്കട്ടെ? ഇത് ഇച്ചിരി അല്ല. റിയൽ ആണോ എന്നറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. somewhat similar to real. അപ്പൊ നമുക്ക് കോക്കനട്ട് വാട്ടർ ഒഴിക്കാം. ഒഴിക്കാം. ബാ. അങ്ങനെ ഒഴിച്ചാലോ? ഇപ്പം നിങ്ങൾ കാണുന്നതാണ് തക്കാളി കറി. പക്ഷെ ആക്ച്വലി തേങ്ങാപ്പാൽ ഒഴിക്കണം നമ്മൾ കേട്ടത്. അതൊഴിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഒഴിക്കും. തേങ്ങാവെള്ളം ഒഴിക്കുന്നത്. ഓ ഇതുണ്ടോ? ആ യെസ്, രണ്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം തിളച്ചോട്ടെ. തിളച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കിവി ഇടാം. അപ്പം നല്ലോണം ഇങ്ങനെ തിളച്ചു, നല്ലപോലെ ഇങ്ങനെ വെട്ടി വെട്ടി ബോയിലായി തിളച്ചിട്ടുണ്ട്. നന്നായി തിളച്ച അതെ, അതിലേക്ക് നമ്മൾ കിവി ഇടാൻ പോവാണേ. ഇന്നത്തെ പരിപാടി കിവി. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് കറിയിലേക്ക് സിങ്കാക്കി നാളെ നമുക്ക് ആപ്പിൾ വെച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കാം. പൂടാ വെക്കണം. ഗൈസ്, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കിവി മേടിക്കുമ്പോൾ മേക്ക് ഷുവർ യു ബൈ ദ അൺറൈപ്ഡ് കിവി, ലൈക്ക് നോട്ട് വെരി റൈപ്പ് കിവി. ഭയങ്കര റൈപ്പ് ആയിട്ടുള്ള കിവി ആണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും, നമുക്കിങ്ങനെ കടിക്കാൻ പറ്റില്ല കറിയിൽ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് സോളിഡ് ആയിട്ടിരിക്കണം. കുറച്ച് അൺറൈപ്പ് ആയിട്ടുള്ള കിവി ആണെങ്കിൽ നമുക്ക് കറിയിൽ ഇങ്ങനെ കടിക്കാൻ പറ്റും. ഒഴിച്ച് നമ്മൾ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വാട്ട് എവർ സൈഡ് എന്താണോ മെയിൻ്റെ സാധനത്തോടെ കഴിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. ഗൈസ്, ഒരു 2 minutes നമ്മുടെ കിവി ഒന്ന് സെറ്റിലായിക്കോട്ടെ, ചെറുതായിട്ടൊന്ന് കുക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കണം. സോ അതിന് നമുക്ക് കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡർ എടുത്തിട്ട് കുറച്ച് ലൂക്കോം വാട്ടർ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി. കോക്കനട്ട് വാട്ടർ ഒഴിക്കണ്ട, ഭയങ്കര ടൂ സ്വീറ്റ് ആവൂടാ, എല്ലാം കൊണ്ട് സ്വീറ്റ് ആയിപ്പോൾ. അത് ഓൾറെഡി ഒഴിക്കുമ്പോൾ തന്നെ കറി സ്വീറ്റ് ആവും. അപ്പം നമ്മൾ നമ്മുടെ കെറ്റിലിൽ വെള്ളമുണ്ട്. അപ്പം നമ്മളിത് ഒഴിക്കാൻ പോവാണേ, നമ്മുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ. താങ്ക് യു സോ മച്ച്. പറയാതെയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുക്കിങ്ങിന് എന്തില്ല, റൂളില്ല. റൂളില്ല. അപ്പം അതുകൊണ്ട് ആക്ച്വലി കിവി കറിയിൽ കിവി മാത്രമല്ലേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ എനിക്കിതിൽ കുറച്ചൊരു നോൺ വെജിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷ്രിംസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉപ്പിൽ നമ്മൾ വേവിച്ച് വെക്കുന്ന ഷ്രിംസ് ഇല്ലേ, ആ ഷ്രിംസ് ആണ്. ഇത് ഞാൻ നമ്മുടെ കിവി കറിയിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഗൈസ്, ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഷ്രിംസ് ആഡ് ചെയ്യുവാണേ. ആഹാ,
എന്നാ മിസ്റ്റർ കഴുകു. സോറി. കണ്ടോ എന്ത് സാധനോടോ. എങ്ങനെയുണ്ട് ഗൈസ്? അത് വേണം, അതിപ്പോൾ വേണം. ഓക്കെ, ഇനി ഇതും ഒരു 2 minutes ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഫ്യൂ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണം. ഗൈസ്, അങ്ങനെ സ്വാദിഷ്ടമായ കിവി ഷ്രിംസ് കറി റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ കുറേ ബുദ്ധിമുട്ടി രാവിലെ മുതൽ. അതിൻ്റെ ഇടയ്ക്ക് സ്കിൻ കെയർ ചെയ്തു. സീ ദ ഗ്ലോ. ആൻഡ് നമ്മളുടെ ഈ കറി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ബൈ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത്, കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല, പാലിങ്ങനെ ഇതായി പോകും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഇസ് കോക്കനട്ട് മിൽക്ക്. അത് ഒഴിക്കാം. ഒഴിക്കുവാണേ. ഇനി നമ്മൾ നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് വന്നോട്ടെ. ഒത്തിരി തിളയ്ക്കണ്ട. ഐ മീൻ എല്ലായിടത്തും ഒന്ന് ആ കോക്കനട്ട് മിൽക്ക് ഒന്ന് പിടിച്ചോട്ടെ. നമ്മുടെ കിവി ആക്ച്വലി ഭയങ്കരമായിട്ട് വെന്തിട്ടേ ഇങ്ങനെ കണ്ട ഇതായി പോണം. ഞാൻ നോക്കട്ടെ. ഉപ്പ്, കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് കുറച്ച് ഉപ്പ് നമ്മൾ ഇടാൻ പോവാണേ. ഇരുന്നാൽ മതി. 1 minute. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. ഉപ്പൊക്കെ ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. മതി. ഇത് ഭയങ്കര കുറേ ഫ്ലേവേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ അടച്ചു വയ്ക്കാം. നമുക്ക് മല്ലിയില ഇട്ടാലോ? അതൊരു ഗുഡ് ഐഡിയ അല്ലേ? വെയിറ്റ്. മല്ലിയില നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അടച്ചു വെക്കണം. തിളപ്പിക്കണ്ട, അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ഫ്ലേവറിൻ്റെ കൂടെ അങ്ങനെ ഇരുന്നോളൂ. അവിടെ ഇരിക്കട്ടെ ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ കിവി കറി വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്വിസ്റ്റ്, അത് നമ്മുടെ ഷ്രിംസ് ആണ്. അത് ഞാൻ സെർവ് ചെയ്യാൻ പോവാം കേട്ടോ. ഇനി ഷിറ്റു, നമ്മളിത് ആരാണ് നമുക്ക് ഈ ഡിഷ് പറഞ്ഞു തന്നെന്ന് പറയണം. അതെ, ഈ ഡിഷ് ആക്ച്വലി നമ്മുടെ ഒരു ഡിയറസ്റ്റ് ഒരു ചേച്ചിയുണ്ട് ഫ്രം ദുബായ്. ഹർ നെയിം ഇസ് നീതു. ഭയങ്കര എസ്തറ്റിക് ആയിട്ട് കുക്ക് ചെയ്യുന്ന, അറ്റ് ദ സെയിം ടൈം ടേസ്റ്റി ആണ്. പക്ഷെ ഞാൻ ഇതുവരെ ചേച്ചിയുടെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ ചേച്ചി ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഡിഷസും ഒക്കെ ഷെയർ ചെയ്യും. നല്ല ഫോട്ടോസ് ഷെയർ ചെയ്യും, റെസിപ്പീസ് അടക്കം ഷെയർ ചെയ്യും. ഓ, അങ്ങനത്തെ ഒരു ഡിഷായിട്ട് ഞാൻ ഒരു തവണ മട്ടൻ ഇവിടെ വെച്ചു ചേച്ചിയുടെ. അതെങ്ങനെ ഉണ്ടായിരുന്നു? ജീവനോട് ചോദിച്ച് കഴിച്ചാ മട്ടൻ. ഞാൻ അങ്ങനെ ഇനിയുള്ള കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചേച്ചിയുടെ റെസിപ്പീസ് എന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യും. ഇത് ചേച്ചി ഉണ്ടാക്കി ഞാൻ കണ്ടതാണ്. ഇത് ആക്ച്വലി മിനോലി ഡിസിൽവ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ ഷീസ് എ ഷെഫ്. പുള്ളിക്കാരത്തിയുടെയാണ് ഈ മെയിൻ ഡിഷ്. അപ്പം മിനോലി ഡിസിൽവ. അപ്പം ചേച്ചി ഇത് ഷെയർ ചെയ്യുന്ന കണ്ടു. ചേച്ചിയാണ് ഷ്രിംസ് ആഡ് ചെയ്തത്. അപ്പം എനിക്കും ഷ്രിംസ് ഇഷ്ടമായതുകൊണ്ട് ഞാനും ഐ തോട്ട് ഐ ഓൾസോ ആഡ്. അതെ, അപ്പം അങ്ങനെയാണ് ഈ ഡിഷ് ഞാൻ കണ്ടത്. അപ്പോൾ താങ്ക് യു നീതു ചേച്ചി. ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കി നമ്മളിത് കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഇസ് ഈദർ സ്റ്റീംഡ് റൈസ് ഓർ ജാസ്മിൻ റൈസ്. സ്റ്റീം റൈസ് ആണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ജാസ്മിൻ റൈസ് ആണെങ്കിൽ ജാസ്മിൻ റൈസും ഇത് നല്ല കോമ്പിനേഷനാണ്. വീട്ടിലെ ജാസ്മിൻ്റെ പെർഫ്യൂം ഒഴിച്ചാലും നല്ലതായിരിക്കും.
നല്ല രസം കഴിച്ചിട്ട്. അപ്പൊ നമ്മള് ഇതിലേക്ക് അങ്ങോട്ട് കുറച്ച് അധികം എടുത്തോ കറി. എടുക്കുക, ഇങ്ങനെ ഒഴിക്കാം, അതാ നല്ലത്. കാണുമ്പോൾ നല്ല taste. ഞാനത് അങ്ങോട്ട് മൊത്തം കൊട്ടി. എന്തായാലും അങ്ങോട്ട് കഴിക്കാൻ പോയില്ലേ. നോക്ക്, നമ്മളിങ്ങനെ എനിക്കിങ്ങനെ സെർവ് ചെയ്യാനൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ വിളമ്പി തേക്കണ്ട, ഇത്രേ ഉള്ളൂ. നോക്ക്, നമ്മുടെ കറി അവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് റൈസ് റെഡിയാ. അപ്പം നമ്മൾ നമ്മുടെ കിവി ഷ്രിംപ് കറി, ആക്ച്വലി കിവി കറി വിത്ത് ഷ്രിംപ്സ്, അത് നമ്മൾ ഇതാണല്ലോ, ഓപ്ഷണൽ ആണല്ലോ. എനിക്ക് 2 ഷ്രിംപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയല്ല കിവി ഒഴിക്കുവാണേ. ഗൈസ്, എനിക്ക് പിന്നെ ഷ്രിംസ് ഒക്കെ കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ല, അപ്പം അതുകൊണ്ട് ഞാൻ എത്ര വേണേലും കഴിക്കും. ഒരു ഷ്രിംസിന്റെ വണ്ടി ഇപ്പോൾ അവിടെ മാറി. ആഹാ, അതിന് മേളിൽ കൂടെ കറിയായിട്ട് ഇങ്ങനെ ഒഴുകി. ആഹാ, എന്നിട്ട് നമ്മളിങ്ങനെ നീക്കി അങ്ങോട്ട് വെച്ച് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇതിങ്ങനെ കുഴച്ച്. എനിക്ക് കൈ കൊണ്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല, നെയിൽസ് ഉള്ളതുകൊണ്ട്. കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അല്ലെങ്കിൽ കൊള്ളത്തില്ലേ? അല്ലെങ്കിൽ കൊള്ളാം. സൈഡിൽ എന്തെങ്കിലും ക്രിസ്പി സാധനം വേണം അല്ലേ? ആ, ഞാൻ കഴിക്കാൻ പോണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്ലസന്റ് ടേസ്റ്റ്. ആ, സൈഡിൽ വേണമെങ്കിൽ യു ക്യാൻ ഹാവ് എ ചിക്കൻ 65ഓ അല്ലെങ്കിൽ ഒരു ഫിഷ് ഫ്രൈ വേണ്ട, ചിക്കൻ 65 ആ വുഡ് ബി നൈസ്. ചെറിയ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. നിധു ചേച്ചി, താങ്ക് യു. ആൻഡ് ഷിട്ടുമണി, യു അഗെയിൻ പ്രൂവ് ദാറ്റ് യു ആർ ആൻ അമേസിംഗ് കുക്ക്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ഉണ്ടാക്കി തന്നുകൂടി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ബിക്കോസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. കിവി മാത്രം മേടിക്കണം. ഷ്രിംസ് ഇസ് അഗൈൻ ഓപ്ഷണൽ. ഇഫ് യു ലൈക്ക് സീ ഫുഡ് യു ക്യാൻ ആഡ് ഷ്രിംസ്, അല്ലെങ്കിൽ യു ക്യാൻ കംപ്ലീറ്റ്ലി സ്കിപ്പ് ഷ്രിംസ്. ബട്ട് ഇറ്റ്സ് എ വെരി യുണീക്ക് കറി. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ഇഷ്ടമാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കിവിയാ കഴിച്ചേ, കൊള്ളാം. നിങ്ങൾക്ക് ഷ്രിംസ് ഇഷ്ടം അല്ലെങ്കിൽ യൂസ് ചെയ്യേ വേണ്ട, നിങ്ങൾക്ക് കിവി മാത്രം മതി. പക്ഷേ ഇറ്റ്സ് എ വെരി യുണീക്ക് കറി. ദാറ്റ്സ് ദ മെയിൻ തിങ്. നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു സാധനം അല്ലല്ലോ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് സ്റ്റീം റൈസിൻ്റെ കൂടെ കഴിക്കാൻ നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ആയിരിക്കും, മേ ബി ആയിരിക്കും. എല്ലാവരും എന്നോട് പറയണം. ബിക്കോസ് സാമൺ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു. കുറേ പേര് ഇൻസ്റ്റഗ്രാമിലടക്കം. I know both are different platforms, but still you guys made the curry and you guys were tagging me on Instagram. That was really, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ എന്നോട് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു. ഞങ്ങൾ ഇനി കഴിക്കട്ടെ. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. See you on the next video. ഞാൻ ഈ കിവി എടുക്കുന്നു. Bye.